മിസ്റ്റർ ആകാശ്, ഓർമ്മ അല്പം കടുത്ത സ്വരത്തിൽ തന്നെ വിളിച്ചു. ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തു പറഞ്ഞാലും അതൊന്നും എനിക്ക് പ്രശ്നമേയല്ല. പക്ഷേ ഒന്നുണ്ട്, മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ നിങ്ങളുടെ വിശ്വസ്തയായ ഭാര്യയായിരിക്കും. അല്ലാത്തപ്പോൾ യക്ഷിയെന്നോ പിശാചെന്നോ ഒക്കെ വിളിക്കാം. ആകാശ് അവളെ ശ്രദ്ധിച്ചതേയില്ല. പെട്ടെന്ന് അവൾ കിടക്കയിലിരുന്നു. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. അതുകൊണ്ട് എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ കിടക്ക. നിങ്ങൾക്ക് വേണമെങ്കിൽ തറയിൽ കിടക്കാം. അവൾ കിടക്കയിലേക്ക് ചാഞ്ഞു. എണീക്കടി, എണീക്കാനാണ് നിന്നോട് പറഞ്ഞത്. എനിക്ക് മനസ്സില്ല. നിന്നെ ഞാൻ വലിച്ച് തറയിലിടും. ഇമ്മിണി പുളിക്കും. ചുണയുണ്ടെങ്കിൽ വലിച്ച് താഴെയിട്, ഞാനൊന്ന് കാണട്ടെ. അങ്ങനെ ഇപ്പം നിന്നെ കാണിക്കുന്നില്ല. വഴക്കായി. എന്തു വന്നാലും താൻ തറയിൽ കിടക്കുന്ന പ്രശ്നമില്ലെന്ന് ഓർമ്മ ശടിച്ചു. ആകാശിന് ദേഷ്യം വന്നു. അവൻ താൻ ഉപയോഗിച്ചതിൻ്റെ ബാക്കി മദ്യക്കുപ്പിയെടുത്ത് അടപ്പ് തുറന്ന് അത് ഓർമ്മയുടെ ശരീരത്തിലേക്ക് ഒഴിച്ചു. ചീ, അവൾ കുപ്പിയിൽ തട്ടി. അത് അപ്രതീക്ഷിതമായിരുന്നതിനാൽ കുപ്പി കയ്യിൽ നിന്നും തെന്നിപ്പോയി. തറയിൽ വീണ് ഭയങ്കര ശബ്ദത്തോടെ അത് പൊട്ടിച്ചിതറി. മുറിയിൽ ഒരു നിമിഷത്തെ നിശബ്ദത. ഇരുവരും പ്രതീക്ഷിക്കാത്തതാണ് നടന്നിരിക്കുന്നത്. ടക് ടക് ടക്, വാതിലിൽ മുട്ടുന്ന ശബ്ദം. ആകാശേ, എടാ ആകാശേ, അമ്മ വിളിക്കുന്നു. അവൻ്റെ മുഖം വിളറിപ്പോയി. ഓർമ്മ കിടക്കയിൽ നിന്ന് ചാടി എണീറ്റു. വാതിൽ തുറക്കാനാണ് ഭാവം എന്നവന് മനസ്സിലായി. വാതിൽ തുറക്കരുത്. തുറക്കും. ആകാശ് ഓടിയെത്തുമ്പോഴേക്കും അവൾ വാതിൽ തുറന്നു കഴിഞ്ഞിരുന്നു. മേനക മൂക്ക് പൊത്തി. എന്താടാ മദ്യത്തിൻ്റെ നാറ്റം? പച്ചമുള വെട്ടി ചീന്തും പോലെ ഓർമ്മ കരഞ്ഞു. അമ്മേ, ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. പിന്നെയും കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുപ്പി പിടിച്ചു വാങ്ങിയതാ. എൻ്റെ ശരീരത്ത് വീണു. കുപ്പി വീണു പൊട്ടുകയും ചെയ്തു. എന്ത് തോന്നിയാസമാടാ നീ കാണിക്കുന്നത്? അമ്മ അവനെ അടിമുടി നോക്കി. ഒന്നും സംസാരിക്കാൻ കഴിയാതെ നിൽക്കുകയായിരുന്നു ആകാശ്. ഓർമ്മ അവളുടെ ഭാഗം ക്ലിയർ ആക്കിയിരിക്കുന്നു. അവൾക്ക് മമ്മിയുടെ സഹാനുഭൂതിയും. പോട്ടെ മോളെ, നീ അങ്ങ് ക്ഷമിച്ചു കള. അവൾ കരഞ്ഞുകൊണ്ട് മേനകയുടെ ശരീരത്തിലേക്ക് ചാഞ്ഞു. അവർ മരുമകളുടെ നെറുകയിൽ ചുംബിച്ചു, ഭുജത്തിൽ തട്ടി സാന്ത്വനിപ്പിച്ചു. ഓർമ്മയുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. തൻ്റെ ശരീരത്തിൽ വീണ മദ്യം ആകാശിൻ്റെ അമ്മയുടെയും ശരീരത്തിൽ പറ്റണം. എങ്കിലേ അച്ഛൻ കൂടി വിവരമറിയൂ. അല്പം കഴിഞ്ഞ് അവൾ അകന്നു മാറി. അമ്മ പോയിക്കോളൂ. മകനെ ഒന്നുകൂടി നോക്കിയിട്ട് അമ്മ പോയി. എപ്പടി? ഓർമ്മ അവനെ നോക്കി ചിരിച്ചു. അവന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. ഓർമ്മയുടെ കണക്കുകൂട്ടൽ പോലെ സംഭവിച്ചു. ഒരു കൊടുങ്കാറ്റ് കണക്കെ പ്രതാപ് വർമ്മ മുകളിലേക്ക് പാഞ്ഞു വന്നു. എടാ, ആകാശ് ഡാഡിയെ മിഴിച്ചു നോക്കി. ഇനി മദ്യമെന്ന വാക്കു കേട്ടാൽ അടിച്ചു നിന്റെ കരണം പുകയ്ക്ക് മനസ്സിലായോ? താൻ കൂടുതൽ തളരുന്നത് ആകാശ് അറിഞ്ഞു. അവിടെ ഇനി താൻ എന്തു പറഞ്ഞാലും വിലപ്പോവില്ല. മൗനം തന്നെയാണ് ഉചിതം. പോട്ടെ മോളെ, വർമ്മയും ക്ഷമാപണത്തിൽ അവളോട് പറഞ്ഞു. ഇനി ഇങ്ങനെ വല്ലതുണ്ടായാൽ മോള് ഡാഡിയോട് പറഞ്ഞാൽ മതി. അവൾ നിറക്കണ്ണുകളോടെ തലകുലുക്കി. വർമ്മ പോയി കഴിഞ്ഞപ്പോൾ ഓർമ്മ വാതിലടച്ചിട്ട് ഒരു കഷ്ണം ചുവന്നുള്ളി അവനെ കാണിച്ചു. ഞാൻ ആത്മാർത്ഥമായി കരുകിയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? നിങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ എനിക്ക് മനസ്സില്ല. ഒരിക്കൽ വിവാഹം മുടക്കാൻ വേണ്ടി നിങ്ങളൊരു സ്ത്രീയെ അയച്ചില്ലേ? അന്ന് അവൾ കാട്ടിയ അടവ് തന്നെയായിരുന്നു ഈ ചുവന്നുള്ളി പ്രയോഗം. ഇനി എപ്പോഴും എൻ്റെ കസ്റ്റഡിയിൽ ഓരോ കഷ്ണം ചുവന്നുള്ളി കാണും എന്നത് നിങ്ങൾ മറക്കേണ്ട. താൻ കണക്ക് കൂട്ടിയതിനേക്കാൾ ഒരു പടി കൂടി മുന്നിലാണ് ഇവളെന്ന് ആകാശ് ഓർത്തു. സൂക്ഷിച്ചു കൈകാര്യം ചെയ്യേണ്ട കേസാണിത്. ഇവൾ തനിക്കിട്ട് വയ്ക്കുന്ന ഓരോ പാരയും ഡബിളായി തിരിച്ചു കൊടുക്കണം. അവൻ ഉറച്ചു. ഇവളേക്കാൾ തന്മയത്വമായി അഭിനയിക്കേണ്ടിയിരിക്കുന്നു. ഡാഡിയുടെയും മമ്മിയുടെയും മുന്നിൽ ഇവളെ അളവറ്റ് സ്നേഹിക്കുന്നതായി ഭാവിക്കുക. എന്നിട്ട് അവനും ചില ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുകയായിരുന്നു. ഓർമ്മ അല്പം പോലും കൂസാതെ വന്ന് കിടക്കയിൽ കിടന്നു. ജനാലയിലൂടെ പ്രഭാതത്തിൻ്റെ ആദ്യ കിരണങ്ങൾ അരിച്ചിറങ്ങി വന്നപ്പോൾ തന്നെ ഓർമ്മ എണീറ്റ് ബാത്റൂമിലേക്ക് പോയി. ആവി പറക്കുന്ന കാപ്പി കപ്പുകളുമായി വാതിലിൽ തട്ടിയ മേനക സുസ്മേരവദനയായി വാതിൽ തുറന്ന മരുമകളെയാണ് കണ്ടത്. അവർ മരുമകളെ അടിമുടി നോക്കി. കുളിച്ച് കുറി തൊട്ട് കസവ് തെറ്റുമുണ്ടും ഉടുത്ത മരുമകൾ. തൻ്റെ സങ്കല്പത്തിലെ അതേ കുട്ടി തന്നെയാണ് ഇതെന്ന് മേനകയ്ക്ക് തോന്നി. അവരുടെ മനസ്സ് നിറഞ്ഞു. ആ ഭാവം മുഖത്ത് പ്രകടമാവുകയും ചെയ്തു. ഇവിടെ തുളസിക്കതിർ ഉണ്ടോ അമ്മേ? കുളി കഴിഞ്ഞാൽ 2 തുളസിക്കതിർ ശിരസിൽ വയ്ക്കുന്ന ശീലം എനിക്കുണ്ട്. തെക്കുപുറത്തെ തൊടിയിൽ ആവശ്യത്തിന് തുളസിയുണ്ട്. മുറ്റത്ത് നിന്നിരുന്നതൊക്കെ ആകാശ് പിഴുതു കളഞ്ഞു. മേനക ഉത്സാഹത്തോടെ പറഞ്ഞു. സാരമില്ല, ഇനി നമുക്ക് മുറ്റത്തും നട്ടു വളർത്താം. ഞാൻ നട്ടാൽ ആകാശ് പിഴുതു കളയില്ല. ഉറക്കത്തിൽ നിന്നുണർന്ന ആകാശ് ഇതെല്ലാം കേട്ടുകിടന്ന് പല്ല് കടിക്കുകയായിരുന്നു. ഇന്നാ മോളെ കാപ്പി. മേനക ട്രേ നീട്ടി. 1 കപ്പ് കാപ്പി മതിയമ്മേ. അവൾ ട്രേയിൽ നിന്നും കാപ്പിക്കപ്പ് എടുത്തു. എനിക്ക് രാവിലെ കാപ്പി കുടിക്കുന്ന ശീലമില്ല. രാവിലെ ഉണർന്നാലുടനെ കുളിക്കും. അടുത്ത് ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോകും. പിന്നീട് ഞാൻ അടുക്കളയിൽ പോലും കയറുകയുള്ളൂ. ഇതാണ് എൻ്റെ ശീലം.
അമ്മ മറ്റൊന്നും വിചാരിക്കരുത്. ഇവിടെ എനിക്ക് അങ്ങനത്തെ വേണമെന്ന ശാഠ്യമൊന്നുമില്ല. ഭർത്താവിൻ്റെ ഇഷ്ടം, വീട്ടിലുള്ളവരുടെ രീതി, ഇതൊക്കെയാണ് ഇനി എൻ്റേത്. അമ്പടി കള്ളി, ആകാശ് മനസ്സിൽ പറഞ്ഞു. വീട്ടുകാരെ മയക്കിയെടുക്കാനുള്ളതെല്ലാം ആവനാഴിയിലുണ്ടല്ലോ. മോളെ ഈ പറഞ്ഞതൊക്കെ എനിക്കും വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഇവിടെ അടുത്ത് ഒരു കൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. ദിവസവും രാവിലെ അവിടെ പോകാം. ആകാശിനാണെങ്കിൽ ദൈവവിശ്വാസം ലേശമില്ല. മോള് വേണം അവനെ കൂടി ഇത്തരം കാര്യങ്ങളിൽ നിർബന്ധിക്കാൻ. തീർച്ചയായും. സംഗതി കുഴയുകയാണെന്ന് ആകാശിൻ്റെ അന്തരംഗം മന്ത്രിച്ചു. അപ്പോൾ ഓർമ്മ വീണ്ടും സംസാരിക്കുന്നത് കേട്ടു. എങ്കിൽ ഞങ്ങൾ ഇന്ന് തന്നെ അമ്പലത്തിൽ പോയിക്കൊള്ളട്ടെ അമ്മേ. ഞാനത് അങ്ങോട്ട് പറയാൻ തുടങ്ങുകയായിരുന്നു. ചതിച്ചല്ലോ ദൈവമേ എന്ന് ആകാശ് മനസ്സിൽ പറഞ്ഞപ്പോഴേക്കും ഓർമ്മ സന്തോഷത്തോടെ അടുത്തെത്തി കഴിഞ്ഞിരുന്നു. ആകാശണ്ണ, എണീൽക്ക്. എന്തൊരു ഉറക്കമായത്? അവൾ ഒളിക്കണ്ണിട്ട് നോക്കി. മമ്മി ചിരിച്ചുകൊണ്ട് വാതിൽക്ക് തന്നെ നിൽപ്പുണ്ട്. നാശം. ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അവൾ അവനെ കുലുക്കി വിളിച്ചു. ഒന്ന് എണീറ്റേ അണ്ണാ, നമുക്ക് അമ്പലത്തിൽ പോകാം. ഞാൻ വരുന്നില്ല, കോപത്തോടെ പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു കിടന്നു. കേട്ടോ അമ്മേ അണ്ണൻ പറയുന്നത്? എൻ്റെ കൂടെ വരാൻ പറയാമേ. അവൾ ചിണുങ്ങി. എണീറ്റ് ചെല്ലടാ, മമ്മിയുടെ കൽപ്പന. അത്ര നിർബന്ധമാണെങ്കിൽ മമ്മി തന്നെ അങ്ങോട്ട് ചെല്ല്. കന്നത്തരം പറയാതെ എണീക്കടാ. പെട്ടെന്ന് ആകാശ് എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ എണീറ്റു. ഞാൻ വരാം. മമ്മി വാതിൽക്കൽ നിന്ന് പോയി. ഓർമ്മ ഓടിച്ചെന്ന് വാതിലടച്ചു. ആകാശ് കൈ നീട്ടി കാപ്പിക്കപ്പ് എടുക്കും മുൻപ് ഓർമ്മ അതെടുത്തു കഴിഞ്ഞു. അങ്ങനെ ഇപ്പം കുടിക്കേണ്ട. എനിക്ക് രാവിലെ കോഫി കഴിക്കാതെ യാതൊരു രക്ഷയുമില്ല. അമ്മയോട് പറഞ്ഞതൊക്കെ വെറും പുളുവല്ലേ. ആകാശ് വീഴ്ചിരിക്കുമ്പോൾ അവൾ കാപ്പി നുണഞ്ഞിറക്കി. നല്ല കാപ്പിയാണ് കേട്ടോ. ആകാശിന് വേണമെങ്കിൽ താഴെ പോയി കുടിച്ചോ. അവൻ കലിയടക്കി. താൻ താഴെ ചെന്നാൽ തങ്ങൾ തമ്മിൽ ശീതസമരമാണെന്ന് അവർ കരുതും. അത് പാടില്ല. ചിരിച്ചുകൊണ്ട് വേണം കഴുത്തറക്കാൻ. വേഗം കുളിച്ചിട്ട് വാ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അമ്മയെ വിളിക്കും. എന്തോ പിറുപിറുത്തുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് നടന്നു. അസ്ഥി തുറഞ്ഞിറങ്ങുന്ന തണുപ്പ്. വാട്ടർ ഹീറ്റർ ഉണ്ടായിരുന്നതുകൊണ്ട് ചൂടുവെള്ളത്തിൽ കുളിച്ചു. തലേന്ന് ഉറങ്ങാതിരുന്നത് കാരണം കണ്ണുകൾക്ക് വല്ലാത്ത പുളിപ്പ്. കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ അറിയാതെ ആകാശ് ചൂളമടിച്ചു. ഒരു പുതിയ തന്ത്രം അവൻ്റെ മനസ്സിൽ ഉദിച്ചതായിരുന്നു കാരണം. ആകാശം ഓർമ്മയും ക്ഷേത്രത്തിൽ പോകുവാൻ വരുന്നത് കണ്ട് മേനക ഹൃദയം നിറഞ്ഞു ചിരിച്ചു. മമ്മി, വല്ലാത്ത തണുപ്പ്. ഒരു കപ്പ് കാപ്പി കൂടി വേണം. വേണ്ട അമ്മേ, ഓർമ്മ ഇടയ്ക്ക് കയറി പറഞ്ഞു. അധികം കാപ്പി കഴിച്ചാൽ ശരീരത്തിന് അത് ക്ഷീണമാണ്. അത് ശരിയാ. മേനകയും അനുകൂലിച്ചു. അതൊന്നും സാരമില്ല, അവൻ തർക്കിച്ചു. വേണ്ടെന്നേ, നമുക്ക് പോയിട്ട് വരാം. അവൾ അവൻ്റെ കൈക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. മുറ്റം കഴിഞ്ഞപ്പോൾ വിട്ടു. ഞാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക, നിനക്ക് എന്തോന്നിൻ്റെ അസുഖമാ? ഇയാൾക്ക് സൗകര്യം തരാതിരിക്കുക, അത്ര തന്നെ. അതുകൊണ്ട് നിനക്കുള്ള നേട്ടം? മനസ്സിൻ്റെ സംതൃപ്തി. അവൾ ചിരിച്ചു. എനിക്കും രാവിലെ എണീൽക്കുന്നതിനോടും അമ്പലത്തിൽ പോകുന്നതിനോടുമൊന്നും താല്പര്യമില്ല. പക്ഷേ നിങ്ങൾ കിടന്നുറങ്ങുന്നതും എനിക്കൊട്ടും ഇഷ്ടമല്ല. അവൻ കനപ്പിച്ചു മൂളി. 1/2 കിലോമീറ്ററോളം നടക്കണമായിരുന്നു ക്ഷേത്രത്തിലേക്ക്. കല്ലുപാകിയ പാത. പാതയുടെ ഒരു വശത്തു കൂടി ഒഴുകുന്ന അരുവി. ചില ഭാഗങ്ങളിൽ അരയോളം വെള്ളമുണ്ട്. ഐസ് പോലെ തണുത്ത ജലം. മുന്നിൽ അകലെ ചിലർ നടന്നു പോകുന്നത് ആകാശ് കണ്ടു. തിരിഞ്ഞു നോക്കി. പിന്നിൽ ആരുമില്ല. തൻ്റെ പ്രവൃത്തിയിൽ ആത്മനിർവൃതിയിൽ ലയിച്ചാണ് ഓർമ്മയുടെ നടത്തം. ഞൊടിയിടയിൽ അത് സംഭവിച്ചു. അരയോളം വെള്ളമുള്ള ഒരു ഭാഗം എത്തിയതും അവൻ അവളെ വെള്ളത്തിലേക്ക് തള്ളി. അവൾ നിലവിളിച്ചു. പക്ഷേ നിലവിളി പൂർത്തിയാകും മുൻപ് ഐസ് പോലെ തണുത്ത വെള്ളത്തിൽ അവൾ മുങ്ങിപ്പോയി.